ഇനി സെലക്ട് ചെയ്യുന്ന കയ്യിലുള്ള സ്ഥലത്ത് നമ്മൾ പോകും. ഒന്നെങ്കിൽ മാൽദീവ്സ്, അതല്ലെങ്കിൽ ഡൽഹി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജംഷാദ് വ്ളോഗ്സ്. ഇപ്പൊ നമ്മുടെ നാട്ടില് കേരളത്തിൽ ഇപ്പൊ നല്ല മലബാറൻ മഴ പെയ്തോണ്ടിരിക്കുകയാണ്. പെരും മഴയത്താണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്. ഇതാ കാണിച്ചുതരാം. നല്ല മഴയാണ്. നല്ല മഴ എന്ന് പറഞ്ഞാൽ ഘോരമായി ചോരി പെരിയുന്ന മഴ. ഒന്നും കൂടെ കാവ്യകരമായി പറയുകയാണെങ്കിൽ അന്ധകാരത്തിൽ അഗ്നിസ്ഫുലിംഗങ്ങളായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന മഴ. അപ്പൊ ഞാൻ മഴ കാണിച്ചു തരാൻ വേണ്ടിട്ടല്ല ഇപ്പൊ വന്ന്, വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പോവാണ്, ഒരു നല്ലൊരു അടിപൊളി ട്രിപ്പ്. അതായത് ഞാനും എൻ്റെ വൈഫും, അതായത് വൈഫ് നിക്കാഹ് കഴിഞ്ഞതാണ് ഞങ്ങള്. അപ്പൊ ഞാൻ എല്ലാ വ്ളോഗിലും വൈഫ് എന്നാണ് പറയുന്നത്. വൈഫാണ്, പക്ഷേ ഒഫീഷ്യൽ മാരേജ് കഴിഞ്ഞിട്ടില്ല. അത് ഈ വർഷം ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. അപ്പം ഞങ്ങൾ അവളെയും കൂട്ടി നല്ലൊരു അടിപൊളി ട്രിപ്പ് പോകാനാണ് വിചാരിക്കുന്നത്. പക്ഷേ ഡെസ്റ്റിനേഷൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല, പക്ഷെ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ 2 ഓപ്ഷൻ കൊടുക്കും. അതായത് ഒന്ന് ഡൽഹി, ഒന്ന് മാൽദീവ്സ്. അത് പക്ഷെ അങ്ങനെ ചോദിക്കൂല, ഒരു ഗെയിം പോലെ ചോദിക്കും. നമ്മൾ റീലൊക്കെ കാണുന്ന പോലെ ഞാൻ എന്ത് ചെയ്യും, ഒരു പേപ്പറിൽ എഴുതിയിട്ട് 2 പേപ്പറിൽ എഴുതി 2 കയ്യിൽ വെച്ചിട്ട് ഓളോട് സെലക്ട് ചെയ്യാൻ പറയും. ഒരു കൈ സെലക്ട് ചെയ്യാൻ പറയും. ഓളെ ഭാഗ്യം ഉണ്ടെങ്കിൽ മാൽദീവ്സ് സെലക്ട് ചെയ്താൽ ഓള് മാൽദീവ്സ് പോവും. അതല്ല ഓള് സെലക്ട് ചെയ്ത് മറ്റേ കൈ ആണെങ്കിൽ അത് ഡൽഹി ആയിരിക്കും. അപ്പൊ നമ്മൾ ഡൽഹി പോവും. അപ്പം എവിടെ പോകുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഓൾ ഏതാണോ സെലക്ട് ചെയ്ത് അവിടെ പോകുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് ഓക്കും ഒരു ഐഡിയ ഇല്ല, ഓളോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം ഇന്ന് ഓള് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് 2 ദിവസം കൊണ്ട് പോകും. അപ്പൊ എന്തായാലും എവിടെങ്കിലും ഒന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഗെയിമിലൂടെ തന്നെ ഡെസ്റ്റിനേഷൻ ഡിസൈഡ് ചെയ്യാം. ഓക്കെ, അപ്പം ലെറ്റ്സ് സീ. ഞാൻ ഇപ്പോൾ ഓളെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാഗിന്റെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒരു എമർജൻസി സിറ്റുവേഷനിൽ വർക്ക് എന്തെങ്കിലും ഉണ്ടായാൽ ചെയ്യണമല്ലോ വിചാരിച്ചിട്ടാ. മോർണിംഗ് ഷിഫ്റ്റ് കഴിഞ്ഞ് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാഹ് ലെറ്റ്സ് സീ വേർ വിൽ ഗോ. ഐ ഡോണ്ട് നോ, ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. ലെറ്റ്സ് സീ. ഓക്കെ, യെസ്, നമ്മൾ അഞ്ജുവിന്റെ റൂമിൽ വന്നിട്ടുണ്ട്. അഞ്ജുൻ ചക്കും ഇവിടുന്ന് എന്തോ പണിയിലാണ്. ഉണ്ടാക്കുക, നിങ്ങൾ ഉണ്ടാക്കുക, തിരിച്ച് കാണിച്ചു തരാം. ഓ, ഇത് അഞ്ജുവിന്റെ വർക്കാ? അടിപൊളിയാണല്ലോ, സൂപ്പർ ആണല്ലോ, നല്ല ഫിനിഷിങ് വർക്കൊക്കെ ഉണ്ടല്ലോ. ഹായ്, ഒരു ഹായ് കൊടുക്ക്. ഞാൻ ഇവിടെ ക്യാമറ ഒക്കെ ആയിട്ട് വന്നിട്ട് മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. ഹായ് ചക്കു, വാ. ഇനി എന്താ തിരക്കിട്ട പണിയില്ല? ഓളെന്തോ ഭയങ്കരമായിട്ടുള്ള ഓളെ ക്ലാസ്സും ആയിട്ട് എന്തോ പണിയിലൊക്കെയാണ്. ചക്കു ഇങ്ങോട്ട് വാ, ഒരു കാര്യമുണ്ട്. ഇപ്പൊ വരാം, ഇടയ്ക്ക് ഇപ്പൊ വരാം. ഒരു കാര്യം ചെയ്യാനുണ്ട്. ആ മമ്മി വിളിച്ചിട്ട് പോവാ, അപ്പൊ വരാം. അങ്ങോട്ട് വാ. അപ്പൊ ഗൈസ്, ഞങ്ങൾ ഇപ്പുറത്താത്ത് എന്നാണ്. ആ വാതിൽ മെല്ലെ ചാരിക്ക. ഹായ്. അപ്പൊ ഗൈസ്, ചക്കു വാ, ഞാൻ പറഞ്ഞുതരാം എന്താ കാര്യം. ഞാനില്ലേ, അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതിരി ഇങ്ങോട്ട് വാ. പിന്നെ നമ്മള് എന്താക്കാൻ പോവാ അറിയാം, ഞാനും 5 ട്രിപ്പ് പ്ലാൻ ചെയ്യാം. അപ്പം 2 ഓപ്ഷൻ ഉണ്ട് ഞങ്ങൾക്ക്. ഒന്നെങ്കിൽ മാൽദീവ്സ്, അതല്ലെങ്കിൽ ഡൽഹി. ഡൽഹി പറഞ്ഞാൽ ഡൽഹി ഫുള്ള് ആ ഭാഗത്ത് അങ്ങനെ പോകും. മാൽദീവ്സ് ആണെങ്കിൽ മാൽദീവ്സ് പാക്കേജ് എടുത്ത് പോകും. അപ്പോൾ പക്ഷേ ഇത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അധികാരം അഞ്ജുവിനായിരിക്കും. പക്ഷെ ഓൾക്ക് ഇത് അറിയൂല. ഓള് സെലക്ട് ചെയ്യാൻ എങ്ങനെ അറിയോ, ഞാൻ കയ്യിൽ എഴുതും. ഒരു കയ്യിൽ മാൽദീവ്സ്, ഒരു കയ്യിൽ ഡൽഹി, അങ്ങനെ എന്തെങ്കിലും എഴുതും. എന്നിട്ട് ഓളെടുത്ത് പോയിട്ട് സെലക്ട് ചെയ്യാൻ പറയും. ഇതിൽ ഏതാണോ ഓൾ സെലക്ട് ചെയ്ത് ആ സ്ഥലത്ത് നമ്മൾ പോകും. നമ്മളല്ല, ഞാനും കളിച്ചു. ഓക്കെ, ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം ഫസ്റ്റ്. ഓക്കെ, ഇതിൽ നമുക്ക് മാൽദീവ്സ് എഴുതാം. ഓക്കെ, മാൽദ്വീപ്. ഓക്കെ, തല തിരിഞ്ഞാണ് ഇതിൽ വരുന്നത്, മനസ്സിലാക്കിയാൽ മതി. ഇനി ഈ കയ്യിൽ ഡൽഹി, ഡൽഹിന്ന് ഇത് കുറച്ച് വലുതാക്കിയത് കാണൂല, ക്യാമറ കാണിക്കണ്ടേ.
ഓക്കെ, ഒരു കയ്യിൽ മലയാളത്തിൽ മാലദ്വീപ് എന്നും ഒരു കയ്യിൽ ഇംഗ്ലീഷിൽ ഡൽഹി എന്നും എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വളരത്തേക്ക് പോവുകയാണ്. ഇത് കാണിക്കും. ഏത് സെലക്ട് ചെയ്യുന്ന അറിയില്ല. എക്സൈറ്റ്മെന്റ് ആണ്. എനിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടോ? എനിക്ക് എന്തിനാ എക്സൈറ്റ്മെന്റ്? ഞങ്ങളല്ലേ പോകുന്നത്. ഞങ്ങൾ ഓളെ ഏതാ സെലക്ട് ചെയ്യാന്ന് അറിയാനുള്ള എക്സൈറ്റ്മെന്റാ. ഓക്കെ, എന്തായാലും നോക്കാം. ഓളെ ഭാഗ്യം പോലെ ആയിരിക്കും ഉണ്ടാവുക. എന്തായാലും നോക്കാം. ഇൻഷാ അല്ലാ എന്താ നോക്കാം. പോയി നോക്കാം. ഇത് ക്യാമറ പിടിച്ചോ. ക്യാമറ അവളെ കൊടുക്കാണ്. അപ്പോൾ ക്യാമറ തിരിച്ചു. ഇനി ക്യാമറ അവളെ കൊടുക്കാം. അവളെ എടുക്കും. ഇനി ബാക്കി പിടിക്കാം. ഓക്കെ, ഇനി നമുക്ക് 5-ന്റെ അടുത്ത് പോയേക്കാം. കേട്ടോ, ഡൽഹി മാലദ്വീപ്സ് നോക്കാം. ഹായ് കുട്ടാ. ഹായ്. പിന്നല്ലേ ഒരു കാര്യമുണ്ട്. നമ്മളെ സ്ഥലം വരെ പോവാ. ഇപ്പോഴല്ല, 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത്. അതിനാണ് ഞങ്ങൾ അടുത്ത് പോയത്. കുറച്ചുകൂടി വളരെ അടുത്തേക്കാണ് സൗണ്ട് കേൾക്കണേ. ഞങ്ങളില്ലേ 2 ദിവസത്തിനുള്ളിൽ നമ്മൾ ഒരു അടിപൊളി ട്രിപ്പ് പോകാൻ പോവാ. യെസ്. അപ്പൊ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നീ ചെറിയതാക്കി കാണുന്നു വേണ്ട. അത്യാവശ്യം അടിപൊളി ട്രിപ്പായിരിക്കും. നമ്മൾ ചില്ല് ചെയ്യും. പക്ഷെ എനിക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ 2 സ്ഥലങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു, ഞാനും ചക്കൂടി കേട്ടോ. ഞങ്ങൾ 2 സ്ഥലങ്ങൾ തീരുമാനിച്ചതിൽ എനിക്ക് ആ സ്ഥലം ഏതാന്ന് എനിക്ക് സെലക്ട് ചെയ്യാം. ഏത് സ്ഥലത്താണ് പോകേണ്ടതെന്ന് എനിക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ആ 2 സ്ഥലം എൻ്റെ 2 കയ്യിൽ എത്തിക്കും. ഒരു സ്ഥലം ഈ കയ്യിലും ഒരു സ്ഥലം ഈ കയ്യിലും ഉണ്ട്. ഓക്കെ, ഞങ്ങൾ ടീമാണ്, ഞങ്ങൾ പറയില്ല. ഓക്കെ, അപ്പൊ ഇതില് ഒരു കൈ ഞങ്ങൾക്ക് സെലക്ട് ചെയ്യാം. 2 സ്ഥലങ്ങളുണ്ട് 2 കയ്യിൽ. ഒരു കൈ സെലക്ട് ചെയ്യാം, ആ സ്ഥലത്തേക്ക് പോവുകയും ചെയ്യും. പിന്നെ പ്രത്യേകം കാര്യം, ഒരു ചാൻസ് തരുമോ, അത് മാറിയാൽ പിന്നെ വേറെ ചാൻസ് തരൂല. ആ സ്ഥലത്ത് എന്തായാലും നമ്മൾ പോവും ഇൻഷാ അല്ലാ. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു കൈ സെലക്ട് ചെയ്തോ. ഇനി സെലക്ട് ചെയ്യുന്ന കൈയുള്ള സ്ഥലത്ത് നമ്മൾ പോവും. ഉറപ്പ്? ഉറപ്പല്ലേ ചക്കോ? ഉറപ്പ്. അതോ ഇതോ ടിങ് 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 ടിങ്. വേഗം വേഗം വേഗം. ഇതാ ഉറപ്പാ? അപ്പോൾ സ്ഥലം ഈ കൈയാണോ സെലക്ട് ചെയ്തത്? അപ്പൊ നമ്മൾ ഡൽഹി പോയി അടിച്ചുപൊളിക്കും. ഡൽഹിയിൽ നമ്മൾ എവിടൊക്കെ പോകും? ഡൽഹിയിൽ കുറെ സ്ഥലങ്ങളുണ്ട്. ഈ ഡൽഹിയിൽ കുത്തുബ് മിനാർ ഉണ്ട്, ഇന്ത്യ ഗേറ്റ് ഉണ്ട്, പിന്നെ എനിക്ക് ഇഷ്ടമുള്ള പർച്ചേസ് ചെയ്യാനുള്ള ഷോപ്പിങ്ങിന് സരോജിനി മാർക്കറ്റ് ഉണ്ട്. പിന്നെ അതിന്റെ അടുത്തുള്ള സ്ഥലങ്ങള് പിന്നെ കുറെ അസ്തറ്റിക് പ്ലേസുകളൊക്കെ കുറെ ഉണ്ട്. രാജസ്ഥാൻ ആ ഭാഗത്ത് അടക്കം ജയ്പൂര് പോവും, താജ്മഹല് പോവും. അപ്പൊ എല്ലാ സ്ഥലത്തും നമ്മൾ അടിച്ചു പൊളിക്കും ഡൽഹി. ഓക്കെ, ഇനി ഈ കയ്യിലുള്ള സ്ഥലം ഏതാണെന്ന് അറിയണ്ടേ? പക്ഷെ പിന്നെ ഇനി പോകില്ല കേട്ടോ, ഇത് ഫിക്സ് ആയ. ഇനി ഈ സ്ഥലത്ത് വേറെ പോകുന്നില്ലേ? ഓക്കെ, മാൽദീവ്സ്. ഇത് ഞാൻ എപ്പോഴോ നേരത്തെ വീഡിയോ ഒക്കെ എടുത്തുവെച്ച് ഞാൻ അങ്ങോട്ട് വരുന്ന ടൈമില് കാറിന് വീഡിയോ ഒക്കെ എടുത്തുവെച്ചിട്ട് ഞാൻ തീരുമാനിച്ചുറപ്പിച്ച ഒരു ഗെയിമാണ്. ഇതില് ഒരു മാറ്റമില്ല. അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ ഡൽഹിയിൽ പോകുന്നതായിരിക്കും. അത് ഫിക്സ്. ഡൽഹിയിൽ പോവും. അപ്പൊ ഇനി ഞങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ തരാം. ഡൽഹിയിൽ നമ്മൾ പോകും, പക്ഷെ ഫ്ലൈറ്റ് പോണോ ഡൽഹി പോണോ? എവിടെ ആയാലും 2 ദിവസത്തിനുള്ളിൽ നമ്മൾ പോകും. അല്ല സോറി, ഫ്ലൈറ്റ് പോണോ അല്ല, ഈ ഡൽഹിയില് നമ്മള് ട്രെയിനിലോ ഫ്ലൈറ്റിലോ നമുക്ക് തീരുമാനിക്കാം. ട്രെയിനിലാണെങ്കിൽ തത്കാലം ബുക്ക് ചെയ്ത് നാളെ തത്കാലം ബുക്ക് ചെയ്ത് മറ്റന്നാൾ പോവാം. ഇനി ഫ്ലൈറ്റിലാണെങ്കിൽ ഇപ്പൊ ബുക്ക് ചെയ്താൽ മറ്റന്നാൾ പോവാം. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ നമ്മൾ പോകും, കൺഫേം. 2 ദിവസത്തിനുള്ളിൽ ഇവിടെ പോകും. അപ്പം ഏതായാലും ഡൽഹി, അപ്പൊ ഫ്ലൈറ്റ് പോവാണ്. അപ്പൊ ഓക്കെ, ഉറപ്പാ? ഫ്ലൈറ്റ് അല്ല ഇഷ്ടം? ട്രെയിൻ വേണ്ടല്ലോ?
അപ്പൊ നമ്മൾ ഫ്ലൈറ്റ് പോകും ഫിക്സ്. ഓക്കെ, അപ്പൊ നമ്മൾ 2 ദിവസത്തിനുള്ളിൽ ഫ്ലൈറ്റിൽ ഡൽഹി പോകുന്നതാണ്. അപ്പൊ നമുക്ക് ക്യാമറ ഒന്നും കട്ട് ചെയ്യേണ്ട, സ്പോട്ടിൽ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം, എന്റെ ഫോണിൽ തന്നെ ബുക്ക് ചെയ്യാം. ഓക്കെ, ഇതില് ഓക്കെ മാൽദീവ്സ് അല്ല ഇത്, നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ഏതായാലും ഓക്കെ പേടിഎമ്മിൽ എടുക്കാം. ഇതിലേ കാണിച്ചോ, ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എല്ലാവരും കണ്ടോട്ടെ. അപ്പോൾ അത് ആ ഫ്ലൈറ്റ് ഓപ്ഷൻ എടുത്തു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയതാണ്, ഡൽഹിയിൽ നിന്ന് കോഴിക്കോടേക്ക് വന്ന് ഓൾറെഡി ഇതിലുണ്ട്. നമ്മൾ നേരെ തിരിക്കുകയാണ്. ഇത് ആദ്യം ഞങ്ങൾ വന്നതായിരുന്നു. അപ്പോൾ നമ്മൾ മാറ്റി ഡേറ്റ് ഒക്കെ കൊടുക്കുകയാണ്. ഇതാ 15, ഇന്ന് 13 അല്ലേ, അപ്പോൾ 15 നമുക്ക് പോവാം. 6 സംതിങ്ങിന് ഓക്കെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതാ ഡേറ്റ് ഒക്കെ സെലക്ട് ചെയ്ത് സെർച്ച് ഫ്ലൈറ്റ് കൊടുത്ത് ഫ്ലൈറ്റ് ഇതാ പറന്ന് സെലക്ട് ആയിക്കൊണ്ടൊക്കെയാണ്. നമുക്ക് നോൺ സ്റ്റോപ്പ് ഉണ്ട്, ഒരു നോൺ സ്റ്റോപ്പ് സെലക്ട് ചെയ്യാം. ഓക്കെ, നോൺ സ്റ്റോപ്പ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ടിക്കറ്റൊക്കെ എടുത്ത് പോകും. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത്, അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാ. ഫ്ലൈറ്റ് ടിക്കറ്റ് ഇതാ കാണുന്നുണ്ടോ, കണ്ടോ? ഡൽഹി 15-ാം തീയതി ഇൻഷാ അല്ലാ ടിക്കറ്റ് എടുത്ത് നമ്മൾ പോവുകയാണ്. ഓക്കെ, എല്ലാവർക്കും ഒരു ഇതുകൊണ്ട്. അപ്പൊ നമുക്ക് ബാക്കി ഡൽഹിയിലേക്കുള്ള യാത്രയിൽ കാണാം. ഇനി അവിടെ അങ്ങോട്ടുള്ള വ്ളോഗൊക്കെ ഇങ്ങനെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.